DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 70 കഴിഞ്ഞവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന തീരുമാനം കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്ര മന്ത്രിസഭായോഗം എടുത്തത്. ഇപ്പോഴിതാ കേരളത്തിലും രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. ഇതിന്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. APL BPL വ്യത്യാസമില്ലാതെ തന്നെ ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യം രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണ്. 70 വയസ്സ് കഴിഞ്ഞ രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്ക് 5 ലക്ഷം രൂപയുടെ പ്രതിവർഷ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്ര മന്ത്രിസഭായോഗം പ്രഖ്യാപിച്ചത്. ആയുഷ്മാൻ ഭാരതിന്റെ കാർഡുള്ളവർക്കും ഇല്ലാത്തവർക്കും, അതായത് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും ഉൾപ്പെടാത്തവർക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. വരുമാന പരിധി കണക്കിലെടുക്കാതെയാണ് ആനുകൂല്യം രാജ്യത്തെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുവാൻ പോകുന്നത്. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള 4.5 കോടി കുടുംബങ്ങളിലെ 6 കോടിയോളം മുതിർന്ന പൗരന്മാർക്ക് ഈ ആനുകൂല്യം ഇനി മുതൽ ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന പദ്ധതിയിലൂടെ ലഭ്യമാകാൻ പോകുന്നു. നിലവിൽ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന ആരോഗ്യ പദ്ധതിക്ക് കീഴിലുള്ളവർക്ക് അത് തുടരുകയോ അല്ലെങ്കിൽ പുതിയത് തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. അർഹരായവർക്ക് ഉടൻ വ്യക്തിഗത കാർഡ് വിതരണം ചെയ്യുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവും പറഞ്ഞു. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ കേരളത്തിലും ആരംഭിക്കുവാൻ പോവുകയാണ്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാകുമെന്നാണ് സൂചന. സെപ്റ്റംബർ മാസം 23-ാം തീയതി രാവിലെ രജിസ്ട്രേഷൻ പ്രഖ്യാപനം നടത്തുമെന്നും സൂചനയുണ്ട്. CSC സെന്ററുകൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഇതിന്റെ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തെ 70 വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം സംബന്ധിച്ച് സർക്കാരിന്റെ കൈവശം കൃത്യമായ രേഖകളില്ല. അതിനാൽ തന്നെ കേന്ദ്രത്തിൽ നിന്ന് വിഹിതം നേടിയെടുക്കാൻ കൃത്യമായ കണക്ക് വേണ്ടതിനാലാണ് രജിസ്ട്രേഷനിലൂടെ വിവരം ശേഖരിക്കുന്നത്. ഈ രജിസ്ട്രേഷനിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ആനുകൂല്യം ലഭ്യമാകുക. നമ്മുടെ സംസ്ഥാനത്ത് ആയുഷ്മാൻ ഭാരതിനെ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ, അതായത് കാസ്പ് എന്ന പദ്ധതിയുമായി ലയിപ്പിച്ചാണ് നടപ്പാക്കുന്നത്. പദ്ധതിക്ക് വേണ്ടി 1000 കോടി രൂപ സംസ്ഥാന സർക്കാർ ചിലവഴിക്കുമ്പോൾ 151 കോടി രൂപയാണ് കേന്ദ്രം അനുവദിക്കുന്നത്. നമുക്ക് സ്വന്തമായി ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച് അംഗമാകുവാൻ സാധിക്കില്ല. റേഷൻ കാർഡുകളുടെ അടിസ്ഥാനത്തിൽ മുൻഗണനാ വിഭാഗ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടവരെ സർക്കാർ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ആനുകൂല്യം ലഭ്യമാക്കിയിരുന്നത്. ഒരു ആയുഷ്മാൻ ഭാരത് കാർഡിന് അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബത്തിന് നിലവിൽ 5 ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ലഭിക്കുന്നത്. എന്നാൽ അതിനു പുറമെയാണ് ഈ 5 ലക്ഷം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വീടിന് പരമാവധി 10 ലക്ഷം രൂപ വരെ പ്രതിവർഷം സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ആയി ലഭിക്കും. നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരർക്ക് 5 ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയാകും ലഭിക്കുക. അധികമായി ലഭിക്കുന്ന 5 ലക്ഷം രൂപയുടെ പരിരക്ഷ കുടുംബത്തിലെ 70 വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്ക് പങ്കിടാനാകില്ല. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അധിക പരിരക്ഷ മുതിർന്നവർക്ക് മാത്രമായിരിക്കും ലഭിക്കുക. എക്സ് സർവീസ്മെൻ പങ്കാളിത്ത ആരോഗ്യ പദ്ധതി അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അത് തുടരുകയോ ആയുഷ്മാൻ ഭാരതിൽ ചേരുകയോ ചെയ്യാം. സ്വകാര്യ ഇൻഷുറൻസ് ഉള്ളവർക്കും ESI ടീമിന്റെ ഭാഗമായവർക്കും അധിക പരിരക്ഷയായി ആയുഷ്മാൻ ഭാരത് കവറേജ് കിട്ടും. കോടിക്കണക്കിന് ജനങ്ങളാണിപ്പോൾ പുതുതായി ഈ പദ്ധതിയിൽ ഉൾപ്പെടുവാനായി കാത്തിരിക്കുന്നത്. അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ഹോസ്പിറ്റൽ ചിലവുകളും സാധാരണക്കാരുടെ കീശ കാലിയാക്കാറുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ആശ്വാസ മാർഗമാണ് ഈ പദ്ധതി. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സർക്കാർ ആശുപത്രികളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളിലും ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സ വേണ്ടിവരികയാണെങ്കിൽ, അതായത് ICU, സർജറി, കിടത്തി ചികിത്സ, മരുന്നുകൾ, ടെസ്റ്റുകൾ തുടങ്ങിയവയുടെയെല്ലാം ചിലവുകൾ 5 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ക്ലെയിം ചെയ്ത് സൗജന്യ ചികിത്സ നേടുവാൻ സാധിക്കും. ഈ പദ്ധതിയിലുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇരട്ടിയാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. അതിനുള്ള നടപടികളും അപേക്ഷകളും ഉൾപ്പെടെ പിന്നീട് വരുന്നതായിരിക്കും. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.